എല്ലാവരോടും പറഞ്ഞേ വെൽക്കം ടു ദ ചാനൽ എന്ന് പറഞ്ഞേ. വെൽക്കം ടു ദ ചാനൽ. എന്നിട്ട് ഞങ്ങൾ ഇന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു വീക്കെൻഡ് ട്രിപ്പിന് പോവാ. അതെ, ഞങ്ങൾ ഫ്രണ്ട്സ് ട്രാവൽ വിത്ത് മീ. ഹായ് പറയൂ ഗ്യാത്തി. ഗ്യാത്തിൻ്റെ ഹായ് കിട്ടി. കണ്ണട വെച്ചോ എൻ്റെ? നമ്മുടെ സെക്കൻഡ് വ്ലോഗിന് നമ്മൾ ആക്ച്വലി രസകരമായ ഒരു സ്ഥലത്തെത്തിയിരിക്കുന്നു. ഇത് വലിയ കൺട്രിയോ അങ്ങനത്തെ ഒന്നുമല്ല, വീക്കെൻഡ് ട്രിപ്പാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഈ വീക്കെൻഡ് ട്രിപ്പിന് നമ്മൾ ആക്ച്വലി ഒരു ടെൻറ്റിൽ താമസിക്കാൻ പോവുകയാണ്. ടെൻ്റ് എന്ന് പറയുമ്പം ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരുപാട് കുഞ്ഞു കുഞ്ഞു ടെൻറ്റുകളൊക്കെ ചെയ്ത് ഇവർ കെട്ടിയിട്ടേക്കുക. അവിടെ നമുക്ക് ബുക്ക് ചെയ്തിട്ട് നമ്മൾ വന്ന് താമസിക്കാം. ഇപ്പം നല്ല സ്ഥലമായിരുന്നു, ഞാൻ ഓൾറെഡി കണ്ടു. പക്ഷേ ഞാനിപ്പോഴും എൻട്രൻസിൻ്റെ അവിടെ നിൽക്കുകയാണ്. കാരണം എൻ്റെ ഹാർട്ട്, എനിക്കൊരു ഹാർട്ടേ ഉള്ളൂ, പക്ഷേ എൻ്റെ ഹാർട്ടിൻ്റെ രണ്ട് പീസ് എൻ്റെ കൂടെ ഇപ്പം ഇല്ല. അവർ വേറൊരു കാറിൽ വരികയാണ്. ഞങ്ങൾ 2 ഫാമിലിയാണ് ഒരുമിച്ച് യാത്ര ചെയ്ത് തന്നത്. മാത്യു ചേട്ടൻ എത്തി, എൻ്റെ ഹാർട്ട് എത്തി. ദാണ്ട് എൻ്റെ ഹാർട്ടുകൾ വരാം. വന്നു. ഞാൻ ഇവർ വരുന്നത് എടുക്കണമെന്ന് പറയാൻ ഞാൻ ആക്ച്വലി ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു. എൻ്റെ ബിയക്കുട്ടിയും എൻ്റെ അപ്പവും നേരെ ലെഫ്റ്റ്. ഞങ്ങൾ 10 മിനിറ്റ് ആയതേ ഉള്ളൂ. നമ്മൾ ആക്ച്വലി ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇവർ നമ്മളിട്ടിട്ട് പോകുന്നു. ശശിയായ ഞാനും മൂത്തില്ല. പക്ഷെ അവർക്ക് ആക്ച്വലി വഴി അറിയത്തില്ല. അവരവിടെ വരെ പോകും. നോക്കാം, നമ്മളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് പോകും. ദാറ്റ്സ് ട്രൂ. ഈ സ്ഥലമാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം. ആക്ച്വലി ഒരു വലിയ ഗ്രൗണ്ടാണ്. അവരിത് കണ്ടോ, കുഞ്ഞ് ഐ ഡോണ്ട് നോ, ഒരു സ്ഥലം ഇങ്ങനെ പണിതിട്ടുണ്ട്. മിക്കവാറും ഇതിൻ്റെ മുകളിൽ കിടക്കാനുള്ള സ്പേസ് ആണെന്ന് തോന്നുന്നു. എക്സാക്ട്ലി നമ്മുടെ നാട്ടിലെ ഏർമാടം. അറിയത്തില്ല. അങ്ങനെയാണ് സ്ഥലം. പിന്നെ ഇതുണ്ടോ, ഇവിടെ കാഫറ്റേറിയ ഉണ്ട്. ആൾക്കാർ ഇരുന്ന് ബിയർ കുടിക്കുന്നു. ക്യാരവനൊക്കെ കൊണ്ടുവന്ന് താമസിക്കുന്നവരുണ്ട്. ഇങ്ങനെ വീട് തന്നെ, പക്ഷെ ടെൻ്റാണ്. മേ ബി ഹാർഡ് ഫ്ലോറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. താടിയിൽ കമ്പ് പോലെയൊക്കെ വെച്ച്. ഐ ഡോണ്ട് നോ, സൂം ചെയ്താൽ കാണാൻ പറ്റും. നോക്കട്ടെ. കണ്ടോ കമ്പ്. അയ്യോ, എൻ്റെ കൈ എന്തിയേ? അയ്യോ, എൻ്റെ ബിയക്കുട്ടി കരയുന്നു. ഞാനൊരു അമ്മയായിട്ട് വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്നു. എൻ്റെ ബിയക്കുട്ടീനെ കണ്ട നിങ്ങൾ? അപ്പയുടെ കൂടെ വന്നിറങ്ങിയ ബിയക്കുട്ടി. മാമോ, എവിടായിരുന്നു കുട്ടുവേ? ബാ, നമുക്ക് വിശക്കുന്നുണ്ടാവും. വാവനെ ഞാൻ ഫില്ല് ചെയ്യാൻ കുട്ടു. അമ്മ എന്നുള്ള ഒരു പൊസിഷൻ എന്നെ വിളിക്കുന്നു. പിന്നെ ഞങ്ങൾ ടെൻറ്റിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? ഞങ്ങൾ എത്തിയിട്ട് ഒരു 30 മിനിറ്റ്സ് ആയിക്കാണ്. ടെൻറ്റിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? ഹായ്, അതെ. ഇതാണ് നമ്മുടെ ടെൻറ്റ്. ആക്ച്വലി നമ്മുടെ ഡൈനിങ് ഏരിയ, ലിവിങ് ഏരിയ എല്ലാം ഇതാണ്. ഒരു മിനിറ്റ്, നമുക്ക് കസേരയൊക്കെ ഉണ്ട്, ഫ്രിഡ്ജുണ്ട്, സ്റ്റൗ ഉണ്ട്. നമുക്ക് പിന്നെ ഇങ്ങനെ മെല്ലെ നോക്കാം. ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു ബെഡുണ്ട്, വലിയൊരു ബെഡാണ്. പിന്നെ കുഞ്ഞു 2 ബെഡ്. ബിയക്കുട്ടിയും നോക്കുന്നു.
എന്താ ഇത്? ആ ഇവിടെ ഉണ്ട് ഡാബ. ഇവിടെ വന്നപ്പം ഞങ്ങൾക്ക് 2 ഐസ്ക്രീം കിട്ടി. ഐസ്ക്രീം ആർക്കാ വേണ്ടേ? പിങ്ക് കൊടുത്തേരെ. വെരി ഗുഡ്. ബിയക്കുട്ടിക്ക് വെള്ള കളർ കേട്ടോ. കഴിക്കാം ബാ. I love you. I missed you so much. ഇതാണ് നമ്മുടെ ജോ കുട്ടനും കാത്തി കുട്ടിയും. ഞങ്ങൾ ആദ്യമായിട്ടാണ് ബിയക്കുട്ടിയുടെ കൂടെ കുറച്ച് ദൂരം വന്നതെന്ന് തോന്നുന്നു അല്ല. ഞങ്ങളിനി അടുത്ത കടയിലോട്ട് പോവുകയാണേ. അപ്പം വൈകിട്ടത്തേക്കിന് ഡിന്നർ എന്താണ് എന്ന് പ്ലാൻ ചെയ്യാനായിട്ട് ഞങ്ങൾ ഇവിടെയുള്ള കടകളെല്ലാം അരിച്ചു പറക്കാമെന്ന് വിചാരിച്ചു. ഏതാണ് നല്ലത്, എന്ത് മേടിക്കണം എന്നൊക്കെ അറിയാനായിട്ട്. അടുത്ത് നോർമയുണ്ട്. നോർമയെന്ന് പറയുന്നത് ഇവിടെ മിക്ക ടൗണിലും കാണുന്ന ഒരു കടയാണ്. അപ്പം അങ്ങോട്ടേക്ക് പോവാം കേട്ടോ. അപ്പം നമ്മളിനി വൈകിട്ട് എന്താ കഴിക്കുന്നത് എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഞങ്ങളെല്ലാവരും കൂടെ ഒരു വാക്കിങ്ങിന് പോവാണ്. വാക്കിങ് ചേച്ചി പറഞ്ഞാൽ സാധനം മേടിക്കാൻ പോകുന്നു കുടുംബത്തോടെ. ഞങ്ങളെല്ലാവരും ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് 2 കുരുന്നുകളാണ്. അതെ, അത് കണ്ടോ, ഞങ്ങളുടെ കൂടെ വന്ന 2 കുട്ടൂസാണ് അവിടെ പൊക്കോണ്ടിരിക്കുന്നത്. എൻ്റെ കുട്ടൂസ് ഇതാണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞില്ലേ പുറത്തിറങ്ങിയ അപ്പുവാണ് നോക്കുന്നത്. അതിൻ്റെ ഒരു അനദർ പ്രൂഫാണിത്. ബിയക്കുട്ടി കാഴ്ച ഉണ്ടോ കേട്ടോ. ഇത് പസിഫയർ അമ്മ പിടിച്ചേക്കാം. തൊട്ടടുത്ത് നോർമ എന്ന് പറയുന്ന ഒരു കടയുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോയേക്കാന്ന് ഓർത്തു. പോകുന്ന വഴിക്ക് ആപ്പിൾ മരം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. എന്നാലും ചീഞ്ഞു പോയ ആപ്പിളുകൾ വളരുന്ന ഒരു മരമാണിത്. ഒരു ആപ്പിൾ പോലും നല്ല ആപ്പിളില്ല ഇവിടെ. കണ്ടോ, ഇത് ചീഞ്ഞു എല്ലാം പോയി. ഒന്നിനും കൊള്ളാത്തൊരു ആപ്പിൾ മരം ഉണ്ട്. കണ്ടോ, അത് കാസിലാണ്. ഇത് ഞാൻ എൻ്റെ മാക്സിമം സൂം ചെയ്താലും അത്രേ കാണത്തുള്ളൂ. അവിടെ കാസിലുണ്ട്. നല്ല രസമുണ്ടല്ലേ. അവിടെ ആ കാസിൽ മാത്രമേ ഉള്ളൂ, ആ കാട്ടിൻ്റെ അവിടേക്ക്. ഓക്കെ, നമ്മൾ കയറാൻ പോകുന്ന കട ഏതാണ്? നോർമ. ഞങ്ങളിങ്ങനെ നടന്നപ്പോൾ ഇഞ്ചി മിഠായി കണ്ടു. ഇതൊന്നും ആകാത്ത ഇതുണ്ടോ, ഇഞ്ചി മിഠായി. അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. പക്ഷെ ഇഞ്ചി മിഠായി മാത്രമേ ഉള്ളൂ നമുക്ക് കൗതുകം തോന്നിയത്. By the way, introducing Matthew Chetan. അതെ, എല്ലാരും ഇഞ്ചി മിഠായി കണ്ടപ്പോ ആ ഒരു ടോണില് സംസാരിക്കുന്നു. സാധനം കാണിക്കാം. കിൻഡർ വാഗൻ എന്ന് പറയുന്ന ഈ സ്ട്രോളർ ഇപ്പം സാധനങ്ങൾ എടുത്തോണ്ട് പോകുന്ന വണ്ടിയായിരിക്കുന്നു. താഴെ ഇതെല്ലാം ഞങ്ങളുടെ ഡിന്നറിന് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണ്. My sunshine, my little sunshine, it makes me happy. Mama, I love you. ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ടെൻറ്റിലോട്ട് പോകുന്നു. It's a beautiful day. It's a beautiful day.
ഫുൾ ഫിഗർ എടുത്തിട്ടുണ്ട്. അത് ശരി. ഇതിന്റെ ആളാണോ? അടി മേടിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ വിളിച്ച് പറഞ്ഞപ്പോഴാ പോയി കിടന്നു.